ഇവിടെ ജനങ്ങളൊക്കെ ഒരാളെ കണ്ട് ആകെ ആവേശത്തിലും അത്യാവേശത്തിലുമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം അഷ്റഫുൽ ഖൽക്കിൻ്റെ മുഖം പോലെയുണ്ട്. അയാളുടെ പേര് കാബിസ് ഇബ്നു റബീഅ എന്നാണ്. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ബസ്രയിലേക്ക് ഉത്തരവ് കൊടുത്തു, കാബിസ് ഇബ്നു റബീഅയെ മദീനയിലേക്ക് കൊണ്ടുവരണം, ഷാമിലേക്ക്, ഡമസ്കസിലേക്ക് കൊണ്ടുവരണം. മുആവിയ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ 4 മഹാന്മാരുടെ കാലം കഴിഞ്ഞ് 5ാമതായി ഖലീഫയായി വന്ന മഹാനാണ്, സ്വഹാബിയാണ്. സിംഹാസനത്തിലിരിക്കുമ്പോൾ കാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. പക്ഷേ അവരുടെ മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കടന്നു വന്നു. മുആവിയ തങ്ങൾ ചാടി എഴുന്നേറ്റു, ഓടിച്ചെന്ന് കാബിസ് ഇബ്നു റബീഅയെ റഹ്മത്തുള്ളാഹി അലൈഹിയെ കെട്ടിപ്പിടിച്ച് ഫഖബ്ബല ബൈന ഐനൈഹി, മഹാനവറുകളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ ഖലീഫയല്ലയോ അങ്ങ്? ഇങ്ങനെ ഒരു സാധാരണ കർഷകന് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വമാലിയ ലാ അഖൂം, എനിക്ക് എഴുന്നേൽക്കേണ്ടതില്ലയോ? വഅന്നഹു ശബീഹുൻ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം പോലോത്ത മുഖമുള്ള ആളല്ലയോ അദ്ദേഹം? അതുകൊണ്ടാണ് ഞാൻ അയാളെ ആദരിക്കാൻ എഴുന്നേറ്റു നിന്നത് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു. ഇത് ഹുബ്ബാണ്, ഇത് സ്നേഹമാണ്. എവിടെയോ കിടക്കുന്ന ഒരാൾ അവരുടെ മുഖത്തിന് ഹബീബിൻ്റെ മുഖത്തിൻ്റെ സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആളയച്ച് വിളിച്ചു വരുത്തി ആദരിച്ച് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്, ബസ്റക്കാരനാണ്, ഇറാഖിയാണ് കാബിസ് ഇബ്നു റബീഅ. ഹബീബിൻ്റെ മുഖസാദൃശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. പ്രശസ്തരായ 10-18 പേരുണ്ട്. തങ്ങളുടെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം. അതിലൊരു അത്ഭുതം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തങ്ങളെ ആക്ഷേപിച്ചതിന് തിരിച്ച് റബ്ബ് മറുപടിയായി കൊടുത്ത സൂറയാണ് സൂറത്തുൽ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് തങ്ങളുടെ പിതൃ സഹോദരനാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ്. ആ അബൂലഹബ് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അബൂലഹബിൻ്റെ ഒരു മകനുണ്ട്, മുഅത്തബ് എന്ന റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവരുടെ മകൻ മുസ്ലിം ഇബ്നു മുഅത്തബ് ഇബ്നു അബീ ലഹബ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖമായിരുന്നു മുസ്ലിം ഇബ്നു മുഅത്തബ് എന്നവർക്ക്. അബൂലഹബിൻ്റെ പേരക്കുട്ടിയാണ് റളിയല്ലാഹു തആല അൻഹു. തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഹാരിസ് എന്ന മകനുണ്ട്, അബൂ താലിബിൻ്റെ സഹോദരൻ. ഹാരിസ് എന്നവരുടെ ഒരു മകനുണ്ട്, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അവരല്ല. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഹാരിസ് എന്നവരുടെ ഒരു മകനുണ്ട് നൗഫൽ. അവർക്കൊരു മകനുണ്ട് അബ്ദുല്ലാഹിബ്നു നൗഫൽ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹബീബിൻ്റെ മുഖമായിരുന്നു അബ്ദുല്ലാഹിബ്നു നൗഫൽ എന്നവർക്ക് റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ തങ്ങളുടെ വല്ലിപ്പയുണ്ട്, മഹാനായ സായിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹബീബിൻ്റെ മുഖമായിരുന്നു അവരുടെ മുഖമെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ജഅഫർ തയ്യാർ, ഹബീബായ തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബ് എന്നവരുടെ മകൻ ജഅഫർ എന്നവർ, നബി തങ്ങളുടെ കസിൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹബീബിൻ്റെ മുഖമായിരുന്നു. യാ ജഅഫറു അശ്ബഹത ഖൽഖി വഖുലുഖി, ജഅഫറെ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവവും എൻ്റെ രൂപവും അല്ലാഹു നൽകിയിരിക്കുന്നു.
ഇത് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മദീന പള്ളിയിലായിരുന്നുവെന്നും ഹബീബിൻ്റെ ഈ വാക്ക് കാരണം ജഅഫർ റളിയല്ലാഹു അൻഹു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട്. അഷ്ബഹ്ത ഖുലുഖി ഖൽഖി വ ഖുലുഖി, ജഅഫറേ നിങ്ങൾക്ക് എൻ്റെ രൂപവും എൻ്റെ സ്വഭാവവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ജഅഫർ എന്നവരുടെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അവരുടെ മുഖവും ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നുവത്രേ. പൂർണ്ണമായിട്ടല്ലെങ്കിലും സാദൃശ്യം കൂടുതലായിരുന്നു. സ്വഹാബികളിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? മുസ്അബ് ബിൻ ഉമൈർ എന്നവർ ഹബീബിൻ്റെ മുഖമായിരുന്നവരുടെ മുഖത്തിൻ്റെ രൂപം അങ്ങനെയായിരുന്നു. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മുസ്അബ് ബിൻ ഉമൈറിനെ മുശ്രിക്കീങ്ങൾ കൊല്ലുന്നത്. അവർ വിചാരിച്ചത് നബിയാണെന്നാ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടില്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ വല്യാപ്പയാണ്. അവരുടെ മകൻ അബ്ബാസ് എന്നവർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവരുടെ മകനുണ്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നവർ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നവർക്കൊരു സഹോദരനുണ്ട് ഖുസം ബിൻ അബ്ബാസ്. നമ്മൾ മൈക്കിൽ പറയുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് ഉറക്കം പറയേണ്ടതെന്നാണ് തോന്നുന്നത്. ഞാൻ മാക്സിമം ഒരു സൗണ്ട് കുറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഉറക്കം പറയണത്. അപ്പോൾ അവരുടെ ദേ വാണ്ട് ടു ബി ഹേർഡ് അല്ലേ? അവർ പറയണം കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? പരിപാടി നിർത്തണോ? യാസർ ഖുസം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ ഖബറുള്ളത് താഷ്കൻഡിലാണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്. 2-3 ആഴ്ച ഞാൻ പോകുന്നുണ്ട്, ഒന്ന് സിയാറത്തിൽ പോകുന്നുണ്ട്. ചിലപ്പോൾ വാഹിദിക്കും പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുസം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ രൂപമായിരുന്നു ഖുസം ബിൻ അബ്ബാസ് എന്നവർക്ക്. മഹാനവറുകൾ മദീനയിൽ നിന്ന് സമർഖന്ദിലേക്ക് യാത്ര പോയതാണ്. അങ്ങനെ അവിടെ സമർഖന്ദിൽ നടന്നൊരു യുദ്ധത്തിൽ ഷഹീദാണ്. വലിയൊരു ഖബർസ്ഥാനുണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ. അവിടെ കഴിഞ്ഞുപോയ ഒരുപാട് ഭരണാധികാരികളുടെയും ഖബറുകളുണ്ട്. വലിയ വലിയ കോട്ടകൾ, കൊട്ടാരങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കിയ ഖബർസ്ഥാനുകളാണ്. വലിയ അത്ഭുതമാണ്. അത് ആ രാജ്യത്തിൻ്റെ കൾച്ചറായിരിക്കും. പക്ഷേ ഖുസം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? അവിടെ അവരെ സംബന്ധിച്ച് നബി നിങ്ങൾ പറഞ്ഞൊരു ഹദീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. താഷ്കൻഡിലാണ്. താഷ്കൻഡിലല്ല, സമർഖന്ദിൽ. താഷ്കൻഡ് ഉസ്ബെക്കിൻ്റെ തലസ്ഥാനം. ഖുസം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അഷ്ബഹത ഖൽഖി വ ഖുലുഖി, ഹബീബിൻ്റെ മുഖരൂപമായിരുന്നു ഖുസം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ രൂപമുണ്ടായിരുന്ന 2 മഹത്തുക്കളുണ്ട്. ഒന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ ഇബ്നു അലി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കൾ ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുകളിൽ, മദീന പള്ളിയുടെ മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ കൊച്ചു ഹസൻ എന്നവർ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം വാപ്പയായ അലിയാർ തങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട്. ഹസൻ എന്നവരെ വാരിപ്പുണർന്നുകൊണ്ട് സിദ്ദീഖ് എന്നവർ പറഞ്ഞു, മോനെ ഹസനെ, അഷ്ബഹ്ത ജദ്ദക വലം തുഷ്ബിഹ് അബാക്, നിന്റെ വാപ്പയായ അലിയാരെ പോലെയല്ല മോനെ നിങ്ങളുടെ മുഖം അത് റസൂലിൻ്റെ മുഖമാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസൻ എന്നവരെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ ഇബ്നു അലി തങ്ങളും അങ്ങനെ. ഹിജറ 5-ാം വർഷമാണ് മദീനയിൽ ഹസൻ എന്നവർ ജനിക്കുന്നത്. ഹിജറ 6-ലാണ് ഹുസൈൻ എന്നവർ ജനിക്കുന്നത്. 2 പേരുടെയും മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ താബിഈങ്ങളിൽ ഹബീബിൻ്റെ മുഖരൂപമുണ്ടായിരുന്ന ഖാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ, താബിഈയാണ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ബസ്റയിൽ നിന്ന് ഷാമിലേക്ക് ആളയച്ച് കൊണ്ടുവരുത്തി അവരുടെ ഇരു കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ച് ആദരിച്ച സ്വഹാബിയാണ് അബൂ സുഫിയാൻ എന്നവരുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. ഇത് ഹുബ്ബാണ്, ഇത് സ്നേഹമാണ്. തങ്ങളുടെ ശബ്ദം പോലെയുള്ള ശബ്ദമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേത്. ഹബീബായ നബി തങ്ങൾ വഫാത്തായി 6 മാസം കൊണ്ട് വഫാത്തായ മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഫാത്തിമ കടന്നു വരുമ്പോൾ ആ നടത്തം കഅന്ന മിശ്യതഹാ മിശ്യത്തു റസൂലില്ലാഹ്, അത് അല്ലാഹുവിൻ്റെ റസൂല് നടക്കുന്ന നടത്തമാണ് ഫാത്തിമ നടക്കുന്നത്. ആ ശബ്ദം ഹബീബിൻ്റെ ശബ്ദം പോലത്തെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഖണ്ഡമിടറി കരയുമായിരുന്നു നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇത് മഹബ്ബത്താണ്.
മദീനയോടുള്ള അഭിനിവേശം, ഇതിനാണ് മദീന പാഷൻ എന്ന് പറയാം. പാഷൻ എന്നത് അഭിനിവേശമാണ്, ആഗ്രഹമാണ്, ഹുബ്ബാണ്. ആ ഹുബ്ബിന് അതിരുകളില്ല. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ അതിരുകളില്ല. എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കണം? ആ ഹബീബിനെ കുറിച്ചല്ലയോ അല്ലാഹു പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സമയകാലങ്ങൾക്ക് അതീതനാണ് അല്ലാഹു. സമയം സൃഷ്ടിച്ചവനാണ് അല്ലാഹു. സമയമില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. സമയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് റബ്ബുണ്ട്. സമയത്തിന് മുമ്പ് റബ്ബുണ്ട്. ലാ ശൈഅ ഖബ്ലഹു വലാ ശൈഅ ബഅദഹു. ക്വാണ്ടം ഫിസിക്സ് എന്ന് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം സമയം സൃഷ്ടിക്കപ്പെട്ട സാധനമാണെന്നാണ്. മഹാനായ അല്ലാമ അബൂബക്കറിൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം മഖ്ലൂഖാണ് എന്ന് സമർത്ഥിച്ച മഹാനാണ്. ഇന്ന് നമ്മൾ കണ്ടെത്തിയ സമയം ഉണ്ടായ സാധനമാണ്. സമയം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ഇമാമിയങ്ങളത് നേരത്തെ ചർച്ച ചെയ്തു പോയതാണ്. അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും നബിയെ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടവരാ. അവർ എന്നാണോ പടക്കപ്പെട്ടത് അവിടെ മുതൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സമയം ബാധകമല്ലാത്ത അല്ലാഹു ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ എന്നൊന്നും പറയപ്പെടാൻ സാധ്യമല്ലാത്ത റബ്ബ്, സമയത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു, ആ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹബീബിൻ്റെയും ജന്മത്തിന് മുമ്പ്, ഹബീബ് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ്, ആദം അലൈഹിസ്സലാമിൻ്റെയും സൃഷ്ടിപ്പിൻ്റെ മുമ്പ് സമയം തുടങ്ങുന്നത് സിംഗുലാരിറ്റിയിൽ നിന്നാണെങ്കിൽ സിംഗുലാരിറ്റിക്ക് മുമ്പുള്ള കാലഘട്ടം മുതൽ അനന്തമായ പാസ്റ്റ്, ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് പോലും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അതിഗംഭീരമായ അനന്തശൂന്യതയിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ മുമ്പൊന്നില്ല, അള്ളാഹുവിൻ്റെ ശേഷവും ഒന്നില്ല. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. അങ്ങനത്തെ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വ്യാപ്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചൊല്ലുന്ന പോലെയല്ലത്. അത് നമ്മുടെ മരണം കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ ജനനത്തിന് ശേഷമേ അതിന് സാധ്യത പോലുമുള്ളൂ. എന്നാൽ സമയം ബാധകമല്ലാത്ത റബ്ബാണ് പറയുന്നത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മുടെ ഒരു ശുപാർശയും ഹബീബിന് ആവശ്യമില്ല. സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും അർത്ഥം എന്താ? മൗലായ സ്വല്ലി, ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ നീ രക്ഷയും കരുണയും വർഷിക്കണമേ. വസല്ലിം ദായിമൻ, എപ്പോഴും സ്വലാത്തും സലാമും വർഷിക്കണമേ. അലാ ഹബീബിക, നിന്റെ ഹബീബായ നബിയുടെ മേൽ. ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, എല്ലാവരെക്കാളും ഉത്തമരായ ഹബീബിൻ്റെ മേൽ അല്ലാഹുവേ നിന്റെ സ്വലാത്തും സലാമും ഞങ്ങളുടെ മൗലയായ റബ്ബേ നീ വർഷിക്കണമേ. ഹബീബിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണോ ഇത്? ഒരിക്കലുമല്ല. ഹബീബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ഇത്? അല്ല. ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം, ഹബീബിന് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം നമ്മൾ ആരാണ്? ഈ സ്വലാത്ത് പോലും മുസ്ലിമായ മുഅ്മിനായ ആണും പെണ്ണും മുത്തുനബിയോട് തിരിച്ചു കൊടുക്കേണ്ട കടപ്പാടിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ്. അവിടുന്ന് നമുക്ക് നൽകിയതിന് തിരിച്ചു കൊടുക്കാൻ എന്താണ് കയ്യിലുള്ളത്? മദീനയിൽ ഒരു സ്വഹാബിയുടെ ജനാസ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ വടിയും എടുത്ത്, ഒരു ഉണങ്ങിയ വടി, ആ വടി കൊണ്ട് മണ്ണിലിങ്ങനെ വരക്കുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാസ മറവ് ചെയ്തു കഴിഞ്ഞു.
മണ്ണിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു അവിടുന്ന്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്നത് സ്വഹാബിമാർ നോക്കിക്കാണുന്നുണ്ട്. നിശ്ചലരായി ശാന്തരായി നനഞ്ഞ കണ്ണുമായി മണ്ണിലിങ്ങനെ വരകൊണ്ട് എന്തോ വടികൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. സ്വഹാബികൾക്ക് അവിടുന്ന് പറയുന്നു, വദിത്തു ലൗ റഅയ്തു ഇഖ്വാനീ, എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നുവെങ്കിൽ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയുടെ ചുറ്റും നിൽക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? ഞങ്ങളെ അങ്ങ് കാണുന്നില്ലയോ നബിയേ? അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബിമാർ, നിങ്ങളെൻ്റെ അനുചരന്മാർ, നിങ്ങളെൻ്റെ സന്തത സഹചാരികൾ. എന്നാൽ ഞാൻ പറയുന്ന സഹോദരങ്ങൾ അല്ലദീന ലം യഅ്തു ബഅദു, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്ത മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ലാത്തവർ, അവർ വരും. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. ഇന്ന മിൻ അശദ്ദി ഉമ്മതി ഹുബ്ബൻ ലീ الذين يأتوا من بعدي يود أحدهم لو يفتدي بماله وولده حتى يراني. നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു തരം മുഹിബ്ബീങ്ങളുണ്ട്. സ്വഹാബികളെ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന മുഹിബ്ബീങ്ങളുണ്ട് ലോകത്ത്. നിങ്ങളവരെ കണ്ടിട്ടില്ല, ഞാനും അവരെ കണ്ടിട്ടില്ല. കയ്യിലുള്ള നാണയത്തുട്ടുകളെല്ലാം തരാം, സമ്പത്ത് മുഴുവൻ തരാം, ഞങ്ങളുടെ മക്കളെ വേണമെങ്കിൽ തരാം, ഞങ്ങളുടെ പറമ്പ് തരാം, കച്ചവടം വിട്ടുതരാം, ഒന്ന് ഹബീബിനെ കാണിച്ചു തരുമോ എന്ന് എൻ്റെ മുഖം കാണാൻ കൊതിക്കുന്ന മുഅ്മിനീങ്ങൾ. അവരിതുവരെ വന്നിട്ടില്ലാത്തവരാണ്. അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടാനുള്ള അവസരം നമുക്കുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹബീബിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് താബിഈങ്ങൾ പറയുമായിരുന്നു, മിഖ്ദാദേ, അങ്ങയുടെ കണ്ണുകൾ ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ? തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ, മിഖ്ദാദേ, നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഞങ്ങളൊന്ന് ഉമ്മ വെക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഇരുത്തിയിട്ട് താബിഈങ്ങളായ ആളുകൾ മഹാന്റെ നെറ്റിത്തടത്ത് ഉമ്മ വെക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഹുബ്ബൻ വശൗഖൻ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട്, ഹബീബിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. ഹബീബായ നബി തങ്ങളെ കണ്ണ് നിറയെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഖദത്തിലും മനാമിലും അല്ലാഹു കാണിച്ചു തരട്ടെ. യഹിന്നുൽ ജിദ്ഉ യഹിന്നുൽ ജിദ്ഉ മിൻ ശൗഖിൻ ഇലൈക വയദ്രിഫു ദംഅഹു ഹുസനൻ അലൈക ويجهش بالبكاء وبالنهيب لفقد حديثكم وكذا يديك. ഹബീബിൻ്റെ സ്പർശം നഷ്ടമായപ്പോൾ, ഹബീബ് എന്നെ ഇനി തൊടുന്നില്ലല്ലോ, ഹബീബ് എൻ്റെ മേലൊന്ന് ചാരി നിൽക്കുന്നില്ലല്ലോ, ഹബീബിൻ്റെ ഖുതുബ എനിക്കിനി കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുകയല്ല, ആ വികാരം പങ്കുവെച്ച് മദീന പള്ളിയുടെ പുറത്തേക്ക് എടുത്തു മാറ്റിയ ജീവനില്ലാത്ത ഈത്തപ്പനയുടെ ഒരു ഉണങ്ങിയ തടിക്കഷ്ണം, ജിദ്ഉൻ നഖ്ല, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. ജിദ്ഉൻ നഖ്ല, പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളി. ആ വിശുദ്ധമായ പള്ളിയിൽ ഹബീബ് ഖുത്ബയോദാൻ വേണ്ടി മിമ്പർ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ചാരി നിന്നിരുന്ന ഈത്തപ്പനയുടെ ഒരു തടിയുണ്ട്. ആ തടി
ആവശ്യമില്ലാതെ വരികയും ഹബീബിന് മിമ്പറ പോലെ ഒരു മരത്തിൻ്റെ മിമ്പറ ഹബീബിന് വേണ്ടി അൻസ്വാരിയത്തായ ഒരു ഉമ്മ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ശുദ്ധമായ ജുമുഅ നിസ്കാരം നടക്കുമ്പോൾ, ഖുതുബ നടക്കുമ്പോൾ സമിഅനാ ഹനീനൻ, ഒരു കുഞ്ഞ് കരയുന്ന പോലെ മദീന പള്ളിയുടെ പുറത്തുനിന്ന് തേങ്ങിക്കരയുന്ന കരച്ചിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുതവാത്തിറായ സംഭവമാണിത്. എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് വിശ്വാസയോഗ്യമായ സംഘങ്ങൾക്ക് കൈമാറിയ ഹദീഥാണിത്. നിഷേധിക്കാൻ പറ്റാത്ത സംഭവം. ഞങ്ങളൊക്കെ പേടിച്ചു, ആരാണ് ഈ കരയുന്നത്, എന്തിനാണ് ഈ കരച്ചിൽ, ഏതാണ് ഈ കുഞ്ഞ്? നിസ്കാരം കഴിഞ്ഞപ്പോൾ മിമ്പറിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു പള്ളിയുടെ പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോൾ ഒരു മനുഷ്യനല്ല, അതൊരു കുഞ്ഞല്ല. ഹബീബായ നബി തങ്ങളുടെ സ്പർശം നഷ്ടമായതിൻ്റെ പേരിൽ കരയുകയായിരുന്ന ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയാണിത്. ആ തടിയുടെ തേങ്ങൽ ഹബീബായ നബി തങ്ങൾ കേട്ടു. സ്വഹാബിമാർ മുഴുവനും കേട്ടു. ജുമുഅക്ക് വന്ന 1000-ലേറെ ആളുകൾ. ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു, പുണ്യനബി തങ്ങൾ ആ മരത്തടിയെ കൈകൊണ്ടിങ്ങ് തടവുന്നത് ഞങ്ങൾ കണ്ടു. അതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ, ഈ മരത്തടിയെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനുണ്ട് അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞിരുന്നു, ലം യുഅത നബിയ്യുൻ മാ ഉഅതിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലോത്തത് ലോകത്ത് ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാൻ്റെ ശിഷ്യനായ അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ഇമാം ഷാഫിഈ തങ്ങളെ, എൻ്റെ ഗുരുനാഥനെ, ഈസ നബി മരിച്ചവരെ ജീവിപ്പിച്ചവരല്ലയോ? അല്ലാഹുവിൻ്റെ റസൂൽ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ അതിന് മറുപടി കൊടുത്തത് ഈ ഈത്തപ്പനയുടെ സംഭവമാണ്. ജീവനുണ്ടായിരുന്ന ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ റൂഹ് പോയി. ആ പോയ റൂഹിന്റെ അനുമതിയോടുകൂടെ കൊണ്ടുവരാൻ മുഅ്ജിസത്തിന്റെ കരങ്ങളാൽ ഈസ നബിക്ക് സാധ്യമായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞ ഒരു മരം, തേങ്ങാനോ സംസാരിക്കാനോ കഴിയാത്ത ഒരു മരം, വികാരങ്ങളോ ചിന്തകളോ ഇല്ലാത്തൊരു മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണം, ആ മരക്കഷ്ണം ജീവനുള്ള ഒരു മനുഷ്യൻ കരയുന്ന പോലെ കരയുമാർ ഹബീബിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരിച്ച മയ്യത്തിന് ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലുതല്ലയോ ഹബീബായ നബി തങ്ങൾ ചെയ്തത് എന്ന് അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ശിഷ്യനോട് ഇമാം മറുപടി കൊടുത്തിട്ടുണ്ട്. ഈസാ وأنت أحييت أجيالا من الرمم. നബിയേ, അങ്ങയുടെ സഹോദരനായ പ്രവാചക ശൃംഖലയിൽ അവസാനത്തേതിന് തൊട്ടുമുമ്പ്, അങ്ങയുടെ തൊട്ടുമുമ്പ് വന്ന നബി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്നത് ശരി തന്നെയാണ് നബിയേ. എന്നാൽ വഅൻത അഹയൈത അജ്യാലം മിനർ റിമമി, എത്രയോ നുരുമ്പിപ്പോയ ജീവനില്ലാത്ത സമുദായങ്ങൾക്കല്ലയോ നബിയെ അങ്ങ് ജീവൻ കൊടുത്തത്? സമുദായങ്ങൾക്കല്ലേ ജീവൻ കൊടുത്തത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി നമ്മുടെ ചെയ്യുന്ന ഹബീബിനോട് നമ്മൾ കാണിക്കുന്ന കടപ്പാടിൻ്റെ ചെറിയൊരു അംശം മാത്രമാണെന്ന് മഹാന്മാരായ ചെയ്യേണ്ട ബാധ്യത അത്രയും നമുക്ക് എൻ്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളോട് തങ്ങൾ കൊടുത്ത മറുപടി, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്തവർ,
യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ. ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ അള്ളാഹു യഖ്ലത്തിൽ, നാളെ യഖ്ലത്തിലും ഈ ലോകത്ത് മനാമിലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ സൗഭാഗ്യമാണ്. യഖ്ലത്ത് ദുന്യാവിൽ നടക്കും എന്ന് പറയുന്ന ഉൾക്കാഴ്ചയുള്ള ആലിമീങ്ങൾ വരെയുണ്ട്. ആ ഹബീബിനെ അറിയാനും പഠിക്കാനുമുള്ള അവസരമാണ്. ഇതൊക്കെ കാണാനും അറിയാനും അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഹബീബിനെ അറിയാൻ മാത്രം അവസരമുണ്ടാകുമ്പോഴേക്കും അത് ദീനിന്ന് പുറത്ത്, അത് ഇസ്ലാമിൽ പാടില്ലാത്തത് എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ത്തിൻ്റെയും ചില അനുഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅക്ക് 2 വാങ്കില്ല. അതാര് കൊണ്ടുവന്നതാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം വാങ്ക് വിളിക്കും, ജുമുഅൻ്റെ മുമ്പ് ഇമാം മിമ്പറിൽ കയറുന്ന സമയം ജുമുഅയുടെ വഖത്തിൻ്റെ വാങ്ക് കൊടുക്കും. എന്തിനെന്നറിയോ? അന്നത്തെ ആളുകൾ ജുമുഅക്ക് വരാൻ ഒരൽപ്പം താമസിക്കുന്നു എന്ന് മഹാൻ മനസ്സിലാക്കിയപ്പോൾ. സ്വഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ തങ്ങളില്ലാത്ത കാലത്തുള്ള പരിപാടി വേണോ? ചോദിച്ചില്ല. എന്തുകൊണ്ട്? അതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. ഫിഖ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് വായിക്കലല്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ മനസ്സിലാക്കലാണ്. അതാണ് പണ്ഡിത ദൗത്യം. ഇന്ന് ഹബീബിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ? അടുത്തൊരു തലമുറക്ക് ഹബ്ബുണ്ടാവുമോ? ഹബീബിനെ വേണ്ടി നമ്മൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പുകഴ്ത്തിപ്പറയുകയും സ്വലാത്ത് ചൊല്ലുകയും മൗലിദ് പാരായണം ചെയ്യുകയും നമ്മുടെ മക്കൾ പ്രസംഗിക്കുകയും പാട്ടുപാടുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹബ്ബല്ലേ? അത് വേണ്ടെന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തെളിവ് വേണ്ട, നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾക്ക് തെളിവ് വേണ്ട. പോട്ടെ, റമളാനിൽ ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രം പറയാൻ തെളിവ് വേണ്ട. തങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നോ? ചോദ്യമില്ല. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദ്യമില്ല, വേണ്ട, പ്രശ്നമില്ല. വിശുദ്ധ റബീഉൽ അവ്വലിൽ ഹബീബിനെ കുറിച്ച് പറയുമ്പോഴേക്കും പിന്നെ പ്രശ്നമായി. ആലോചിച്ച് നോക്കണേ, ഇന്ന് നമ്മൾ തർക്കിക്കേണ്ട വിഷയമാണോ ഇത്? ദിസ് ഈസ് എ നെസസിറ്റി ഓഫ് ടൈം. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. റബീഉ പരിപാടികൾ ഈ ഉമ്മത്ത് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹബീബ് ആരാണെന്നറിയാൻ അവസരമില്ലാതെ പോകില്ലേ? അത് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയല്ലേ അത്? അവർക്ക് ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളും അറിയാൻ അവസരമുണ്ട്. ഞാൻ ജനിച്ച ദിവസമാണത്, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം, അതുകൊണ്ട് നിങ്ങളന്ന് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വരും ഓരോ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ടും മുറിച്ചിട്ടും ഇപ്പുറത്തും അങ്ങോട്ടും വെച്ചിട്ട് ഇതില്ല വേണ്ട എന്ന് പറയാൻ അതൊരാവേശമാണ്. ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ലേ അവർക്ക് നമ്മളെപ്പറ്റി ആക്ഷേപിക്കാനുള്ളൂ. ഹബീബിനെ സ്നേഹിക്കുന്നു എന്നല്ലാതെ എന്താ അവർക്ക് ആക്ഷേപിക്കാനുള്ളത്? ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയല്ലേ? എന്ന് തുടങ്ങി മൗലിദിൻ്റെ ചരിത്രമെന്നാണ്, ഏത് രാജാവ് തുടങ്ങി, അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ. ഇന്നത്തെ തലമുറക്ക് ഹബീബിനറിയാൻ ഈ ഒരു അവസരം കൂടെ നമ്മൾ നിഷേധിച്ചു കളഞ്ഞാൽ ഒരു തലമുറയോട് ചെയ്യുന്ന അപരാധമല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ അള്ളാഹും അവൻ്റെ റസൂലും പാടില്ല എന്ന് പറഞ്ഞ ഹറാമാക്കിയത് ഒന്നുമേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഹബീബിൻ്റെ മദ്ഹ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഹബീബിൻ്റെ സ്വലാത്ത്, അവിടുത്തെ ജനന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ, അതല്ലേ നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറയുന്നത്? ഹബീബായ തങ്ങളെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകൾ, ഇത് ഹുബ്ബല്ലേ? ഈ ഹുബ്ബില്ലെങ്കിൽ ദീനിൽ എന്തുണ്ട്?